ഇതാ അത് നമ്മൾ നല്ല ഭസ്മം പോലെ പൊടിച്ചു. വീഡിയോ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നിങ്ങൾ കാണുക. ഓക്കെ, ഞാൻ വാവ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ഇഞ്ചി കിട്ടി. ആദ്യം അതിൻ്റെ നാര് കളഞ്ഞ് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതൊന്ന് കുതിരട്ടെ. അതേപോലെ ഈ നാരെല്ലാം നമുക്കൊന്ന് കളഞ്ഞു വെക്കാം. ഇഞ്ചിയൊക്കെ സീസൺ ആകുമ്പോൾ ഇതേപോലെ കുറച്ച് വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ അയ്യത്തുണ്ടെങ്കിൽ എടുത്ത് ഇതേപോലെ പാകപ്പെടുത്തി എടുക്കണം. ആദ്യം ഇതിൻ്റെ എല്ലാം ഈ തണ്ട് കളഞ്ഞ് ഈ വെള്ളത്തിലോട്ടിട്ട് നമുക്കത് കഴുകിയെടുക്കാം. വെള്ളത്തിൽ കിടന്ന് നല്ല വൃത്തിയായിട്ട് കുതിരും. അന്നേരം നമുക്ക് വൃത്തിയായിട്ട് മണ്ണൊക്കെ പോയി കിട്ടും. ഇത് കഴുകി ആ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുക. ഇനി അതിനകത്തുനിന്ന് നമുക്ക് ഓരോ പീസ് എടുത്ത് നല്ല വൃത്തിയായിട്ട് ചുരണ്ടിയിട്ട് തോല് കളയണം. ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ തോല് കളയാൻ വളരെ എളുപ്പമായിരിക്കും. അത് വൃത്തിയായിട്ട് ചുരണ്ടി വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കുക, അതിനകത്തൊട്ടിടാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നിങ്ങൾ ചോദിക്കും ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇത് എന്തിനാന്ന് അല്ലേ, ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ, പോയി എടുത്ത് ഉപയോഗിച്ചാൽ പോരെയെന്ന്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വല്ലവരും പുറത്തൊക്കെ ഉള്ളവർക്ക് ദൂരദേശത്തൊക്കെ ഉള്ളവർക്ക് ഇത് നമുക്ക് കൊടുത്തുവിടാം. പിന്നെ ഇഞ്ചി ഇല്ലാത്ത സമയത്ത് നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് ശ്രദ്ധയോടുകൂടി വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണും. ആ ഇഞ്ചിയെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചു. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ എത്രയും ചെറുതായി നൈസായിട്ട് കട്ട് ചെയ്യാമോ അത്രയും അങ്ങനെ കട്ടണം. അതാകുമ്പോൾ എളുപ്പം ഉണങ്ങി കിട്ടും. നമുക്കിതെല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. നൈസായിട്ട് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതാകുമ്പോൾ ഉണങ്ങാനും എളുപ്പമുണ്ട്, നമുക്ക് പൊടിച്ചെടുക്കാനും എളുപ്പമുണ്ട്. ആ ഇഞ്ചി നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഉണ്ടോ. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് വൃത്തിയായിട്ട് ഉണക്കിയെടുക്കണം. ഇത് എത്ര ദിവസം കൊണ്ട് ഉണക്കി കിട്ടുമെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഉണങ്ങിയിട്ട് പറയാം. 2 ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഇഞ്ചിയുടെ സീസണിൽ ഇങ്ങനെ വാങ്ങി, ഇത് നാടൻ ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ സീസണിൽ ഇതേപോലെ വാങ്ങി ഉണക്കി വെക്കുക. വേണമെങ്കിൽ ഇതങ്ങ് ഒറ്റയടിക്ക് പൊടിച്ച് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിരുന്നാലും മതി. ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ആവശ്യാനുസരണം ഓരോ ചെറിയ കുപ്പിയിൽ പൊടിച്ചെടുത്ത് വെക്കുക. ഈ ഉണക്കിയ ഇഞ്ചി നമുക്ക് പൊടിക്കാം, കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഇഞ്ചി പൊടിച്ചു, അത് നമുക്ക് പാത്രത്തിലിടാം. ഇതേപോലെ ബാക്കി അല്ലാതെ നമുക്ക് പൊടിച്ചെടുക്കാം. ആ ഇഞ്ചിയെല്ലാം നമ്മൾ പൊടിച്ചു. ജിഞ്ചർ പൗഡർ ഉണ്ടാവും. ഇഞ്ചിയൊക്കെ കിട്ടുന്ന സീസണിൽ ഇതേപോലെ ഉണക്കി പൊടിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇത് ഈ കുപ്പിയിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം. ജിഞ്ചർ പൗഡർ